ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് 9ാമത്തെ നോമ്പും കഴിഞ്ഞിട്ട് 10ാമത്തെ നോമ്പുണ്ടെന്നാണ് കേട്ടോ ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ 9 നോമ്പും നല്ലോണം തീർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു ഒരു 20-21 നോമ്പേ ഉള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാം സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടികളെന്ന് പറഞ്ഞാൽ ഞാൻ കസ്റ്റർഡ് പെറുക്കി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എനിക്ക് റംസാൻ മാസത്തെ മെയിൻ വേണമായത് സവാളാണ് കേട്ടോ. എത്ര സവാള ഉണ്ടെങ്കിൽ എനിക്ക് മതിയാവില്ല. നല്ല സവാളൊക്കെ ചിലവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒർക്കത്തിൽ തന്നെ 3-4 kg ഒർക്കത്തിൽ തന്നെ വാങ്ങിയിട്ട് വെക്കും. പക്ഷേ ഒരാഴ്ച ആകുമ്പോഴത്തേനും ഫുള്ളും കാലിയാവും. ഭയങ്കര ചിലവാണ് സവാളൻ്റെ കേട്ടോ. അപ്പോൾ പിന്നെ റംസാൻ മാസത്തിൽ എല്ലാ കടികൾക്കും ഉണ്ടാക്കുന്ന കടികൾക്കും സവാള വേണം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചെറിയ റോൾ ടൈപ്പിലാണ്. പക്ഷേ ഇച്ചിരി മാറ്റങ്ങളുണ്ട് ഉള്ളൂ കേട്ടോ. അപ്പോൾ സവാള, തക്കാളി, കൊത്തമല്ലി ചപ്പ് ഞാനവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് കാണാനായിട്ട്. അപ്പോൾ ചിക്കനൊന്ന് വീട്ടിലുള്ള പൊടികളെല്ലാം ഒന്നിട്ടിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്ന് നല്ലോണം കയ്യിൽ പുരട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അതിനുള്ള മസാല റെഡിയാക്കണം. മസാല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. സവാള, തക്കാളി, പിന്നെ ഞാൻ അതിലിട്ട എല്ലാ സെയിം പൊടികളും ഇച്ചിരി കുരുമുളക് പൊടി ഒന്നിട്ടിട്ട് നല്ലോണം ഈ ടൈപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നല്ലോണം അതിൻ്റെ എണ്ണ ചേർത്തിട്ടില്ല, വെള്ളം ചേർത്തിട്ടില്ല ഞാൻ. എണ്ണയിൽ തന്നെ ഞാനൊന്ന് വറുത്തിട്ടെടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതവിടെ ശരിയാകുമ്പോഴത്തേനും ഞാൻ ചിക്കന് വേവാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു ഹാഫ് വേവായി കിട്ടിയാൽ മതി കേട്ടോ. തവത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ എന്താക്കണം, അത് ചിക്കനെ ഒന്ന് നല്ല മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഞങ്ങൾക്ക് ആ മസാല ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കൊത്തമല്ലി ചപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ സമൂസ ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 ഭാഗമാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ഫുള്ള് വേണം, ഒന്നിൽ ഞങ്ങൾക്ക് 2 എണ്ണം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ബ്രെഡ് ക്രംസ് വേണം. പിന്നെ മൈദ ഒന്ന് പേസ്റ്റ് മാതിരി ഒന്ന് ആക്കിയിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ടാവണം കേട്ടോ. ഇത്ര റെഡി ഉണ്ടാവണം. പിന്നെ ഞാൻ അതിൽ പൊട്ടാറ്റോ ഞാൻ വേവിച്ച് വെച്ചത് ഇടാൻ മറന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇതാണ് എല്ലാ മസാല കഴിഞ്ഞപ്പോഴാണ്. പ്രശ്നമില്ല, അപ്പോൾ ഇട്ടാലും മതി. നല്ലോണം ഒന്ന് കയ്യിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അത് നല്ല മിക്സായാൽ പിന്നെ അതിനിങ്ങനെ ഉരുള പിടിക്കണ മാതിരി കുറച്ച് നീട്ടിയിട്ട് ഉരുള ആക്കണം കേട്ടോ. ഇങ്ങനെ നീട്ടിയിട്ട് ഒരു ഷേപ്പ് പോലെ ആക്കിയിട്ട് അതിനകത്ത് വെച്ചിട്ട് അതിങ്ങനെ പേസ്റ്റ് കുറച്ച് ഒട്ടിച്ചിട്ട് 2 ഭാഗത്തും അപ്പുറത്തും ഇപ്പുറത്ത് 2 ഭാഗത്തും ഒന്ന് മൈദ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുത്തിട്ട് ഞങ്ങൾക്ക് എണ്ണയിൽ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിക്കാറും. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിക്കാറും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് ഞങ്ങൾക്കെല്ലാം പൊരിച്ചെടുക്കട്ടോ. അപ്പോൾ ഈ ഷേപ്പിലാണ് ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്നെ എഴുതിയായിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.